നമസ്കാരം. ഗൃഹപ്രവേശനത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഗൃഹപ്രവേശനം ചെയ്യുമ്പോൾ എന്തൊക്കെ പൂജകളാണ് ചെയ്യേണ്ടത്? മുഹൂർത്തത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു. ഗൃഹപ്രവേശനത്തിന് മുന്നേ നാം വാസ്തുബലി കഴിക്കണം. ഈ വാസ്തുബലി ഗൃഹപ്രവേശനത്തിന് മുന്നേ ആണോ കഴിക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഗൃഹ ആരംഭത്തിന് മുന്നേ ചെയ്യേണ്ട ഒരു ക്രിയയാണ് വാസ്തുബലി. ഇതെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. നാരദ സംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ശുഭകർമ്മണി ദീക്ഷായാം മണ്ഡപകരണേ ഗൃഹാദി വിധിഷു തഥാ വിഹിതോ വാസ്തുബലി സ്യാത് എന്നിങ്ങനെ പ്രമാണം പോകുന്നു. അപ്പോൾ ശുഭകർമ്മണി ദീക്ഷായാം, ശുഭകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നാം വാസ്തുബലി കഴിക്കണം. വാസ്തുബലി അവിടെയുള്ള ദേവന്മാർക്ക് വേണ്ടിയിട്ടുള്ള, അതാത് ഭൂമിയിലുള്ള ദേവന്മാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ ബലി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ വാക്കുകളിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. അതായത് നമ്മൾ ഹവിസ് അർപ്പിക്കുന്ന ഒരു ചടങ്ങ് പോലെയാണ്, ഏവരും കണ്ടു കാണും, അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ വിഹിതോ വാസ്തുബലി സ്യാദ് പറയുന്നു. അപ്പോൾ അവിടെ വാസ്തുബലി ചെയ്യുക. വാസ്തുപുരുഷൻ മുതലായ നമുക്ക് കുറേ ദേവതകളുണ്ട്, ആ ദേവതകൾക്ക് അർപ്പിക്കുന്നു. അപ്പോൾ വാസ്തുബലി കഴിച്ചിട്ട് വേണം ഗൃഹ ആരംഭം തുടങ്ങാനായിട്ട്. അതിനുശേഷം വീണ്ടും കഴിക്കാമോ? കഴിക്കാം. വാസ്തുബലിയും ഗണപതി ഹോമവും ജീവിതത്തിൽ ഒരിക്കൽ വീട് കെട്ടുന്നവൻ മാത്രമേ കഴിക്കാവൂ? ഇല്ല. എപ്പോൾ തോന്നിയാലും കഴിക്കാം. ദയവ് ചെയ്ത് അത് മനസ്സിലാക്കുക. അല്ലാതെ വീട് കെട്ടുമ്പം മാത്രം ചെയ്യേണ്ട ഒരു ക്രിയയൊന്നുമല്ല. ശുഭകർമ്മങ്ങൾക്ക് മുമ്പെല്ലാം തന്നെ വാസ്തുബലി കഴിക്കാം. വർഷത്തിലൊരിക്കൽ കഴിക്കാം, നമ്മളുടെ സൗകര്യം പോലെ. ഇനി ഗൃഹപ്രവേശനത്തിന് എന്തൊക്കെ ചെയ്യണം? ഇപ്പോൾ സാധാരണയായിട്ട് എന്തായാലും വാസ്തുബലി റിപ്പീറ്റ് ആവും. ഗൃഹ ആരംഭത്തിന് ചെയ്യുക, ഗൃഹപ്രവേശനത്തിന് ചെയ്യണം തലേ ദിവസം. കാരണം ഈ ഭൂമിയിലാണല്ലോ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്, ഈ പ്രവൃത്തിയെല്ലാം. അപ്പോൾ അവിടെ കുഴിക്കുക, ഇവിടെ കുഴിക്കുക, കുറേ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആ വാസ്തുബലി കഴിക്കുകയാണ്. വാസ്തുബലി കഴിച്ച് തറരക്ഷ ചെയ്ത്, ഭൂമി രക്ഷ ചെയ്ത് സുദർശന ഹോമാദികൾ ചെയ്യുന്നുണ്ട്. അത് അവരവരുടെ സാഹചര്യമനുസരിച്ചും തൻ്റെ ധനത്തിൻ്റെ സ്ഥിതിക്കനുസരിച്ചുമൊക്കെ ചെയ്യാം. അപ്പോൾ തലേ ദിവസം നാം ഈ വാസ്തുബലിയൊക്കെ കഴിക്കുന്നു. അതിനുശേഷം ഗണപതി ഹോമം അടുത്ത ദിവസം രാവിലെ നമ്മൾ മഹാഗണപതി ഹോമം കഴിക്കുന്നു. മഹാഗണപതി ഹോമത്തിന് ശേഷം ഈ പാലുകാച്ച് എന്ന് പറഞ്ഞ് ശീലിച്ചു തുടങ്ങി. ഗൃഹപ്രവേശനമാണ് അവിടെ. അപ്പോൾ പ്രവേശനമാണ്, അതിനാണ് മുഹൂർത്തം. പാല് കാച്ചുന്നു. പാല് കാച്ചി മഹാലക്ഷ്മി ഒരു പൂജ കഴിച്ച് മഹാലക്ഷ്മിക്കാണ് അത് പാല് നിവേദിക്കുന്നത്. ദേശസമ്പ്രദായമനുസരിച്ച് അതിന് മാറ്റം വരാം. എന്നിരുന്നാലും പൊതുവെ മഹാലക്ഷ്മിക്കാണ് ഈ പാല് നിവേദിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ ഗണപതി ഉണ്ടെങ്കിലും മഹാലക്ഷ്മി ഉണ്ടെങ്കിലും എല്ലാ ദേവന്മാരും സ്വീകരിച്ചു കൊള്ളും. അങ്ങനെ പൊതുവായിട്ട് അത് ചിന്തിച്ചാൽ മതി. ആ ചടങ്ങിൽ നമ്മളുടെ അടുത്ത് നിന്നുപോയ ഒരു കാര്യമുണ്ട്. ഗോപൂജ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഗോപൂജ അത് കേരളീയ പദ്ധതിയിൽ നിന്ന് മാറിപ്പോയി. അതായത് പശു, ഗോമാതാവിനെ പൂജിക്കുക. സാധിക്കുന്നവർ തീർച്ചയായിട്ടും അത് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗോമാതാവിനെ പൂജിക്കുന്നു. ഗോപൂജ കഴിഞ്ഞു. പ്രത്യക്ഷത്തിൽ ഒരു പശുവിനെയും കുട്ടിയെയും കൊണ്ടുവന്നിട്ട് പൂജ കഴിക്കുകയാണ്. അങ്ങനെയെങ്കിലും ആ ആചാരം നിലനിൽക്കട്ടെ. കാരണം ജീവിതത്തിൽ ഒരിക്കലല്ലേ ഇതൊക്കെ ചെയ്യുള്ളൂ. ഗൃഹപ്രവേശനത്തിനോട് അനുബന്ധിച്ചെങ്കിലും ഗോപൂജ നടക്കട്ടെ എല്ലാവരുടെയും വീട്ടിൽ. അതിനുശേഷം നവഗ്രഹ ഹോമം, നവഗ്രഹ ദേവതാ ഹോമം എന്നാണ് അത് പറഞ്ഞ് നവഗ്രഹ ഹോമമായി. ഗ്രഹം, ഗ്രഹദേവത, അധിദേവത, പ്രത്യധിദേവത എന്ന് പറഞ്ഞ് 4 പ്രകാരേണ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതിനുശേഷം വൈകിട്ട് ഭഗവതി സേവ. ഇതിത്രയുമാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഇതിൽ മൃത്യുഞ്ജോമം കഴിക്കണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും കഴിക്കാം, കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ എനിക്ക് ധനമില്ലല്ലോ, കുറഞ്ഞ പൈസയെ എൻ്റെ അടുത്തുള്ളൂ, മിനിമമായിട്ട് എന്തു ചെയ്യാം എന്ന് ചോദിച്ചാൽ വാസ്തുബലി, ഗണപതി ഹോമം, ഭഗവതി സേവ. ഇല്ലെങ്കിൽ ഗണപതി ഹോമം, ഗോപൂജ വളരെ അത്യാവശ്യമാണ്. ഗോപൂജയ്ക്ക് സാധ്യമല്ലല്ലോ ഭഗവതി സേവ കഴിക്കുന്നു. നമുക്ക് സാധ്യമാകുന്നത് മാത്രമേ ചെയ്യുവാൻ
പറ്റുകയുള്ളൂ. ഇനി സാധിക്കുന്നവർ സാധിക്കില്ല എന്ന് പറഞ്ഞ്, മനസ്സുകൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് ഇരിക്കരുത്. പ്രധാനമായിട്ട് ഒരു ഇൻഫർമേഷൻ കൂടി, വീടുകളിൽ ഗണപതി ഹോമം കഴിച്ചു, ആരെടുത്ത് ചോദിച്ചാലും ഒട്ടുമുക്കാൽ വീടുകളിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും, വീട് കെട്ടിയപ്പം കഴിച്ചതാണ് ഈ ഗണപതി ഹോമം. അതിനുശേഷം ഒരു 30 കൊല്ലം അവിടെ ആ വീട്ടിൽ അഗ്നി വന്നിട്ടില്ല, അഗ്നിഹോത്രം ഇല്ലെങ്കിൽ ഹോമം നടന്നിട്ടില്ല. അത് തെറ്റായ ഒരു ചിന്തയാണ്. സാധിക്കുന്നവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും കുറഞ്ഞ പക്ഷം ഒരു ഗണപതി ഹോമമെങ്കിലും നടത്തുവാനായിട്ട് അപേക്ഷിക്കുകയാണ്. നല്ല രീതിക്ക് ഒരു ഗണപതി ഹോമമെങ്കിലും നടത്തുവാനായിട്ട് അപേക്ഷിക്കുകയാണ്. ഈ ഒരു ഇൻഫർമേഷൻ ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.